നമസ്കാരം. തിരഞ്ഞെടുപ്പ് ആ, ആ, ഫലപ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ അട്ടിമറികൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചിലപ്പോൾ UDF പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ മാറ്റം UDF കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ഈ മണിക്കൂറുകളിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയ വാർത്ത UDF അനുകൂലമാകുന്നു എന്നുള്ളതാണ്. UDF പലപ്പോഴും ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടും കുറച്ചുകൂടി ഒന്ന് പിടിമുറുക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി അവർക്ക് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് ശക്തമായ അവരുടെ പ്രചരണ പരിപാടികൾ കുറച്ചുകൂടി മുന്നോട്ട് നിന്നിരുന്നുവെങ്കിൽ. പക്ഷെ എന്തായാലും മറ്റുള്ള സമയങ്ങളിലുള്ളതിനേക്കാളേറെ എനിക്കൊന്ന് 2020-ലും 2015-ലും ഒക്കെ UDF തകർന്നടിയുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ മെച്ചപ്പെട്ട് 2025-ലേക്ക് എത്തുന്നു. 2010-നെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിധി എഴുത്താണ് നടന്നിരിക്കുന്നത്. അതിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഈ വിഷയങ്ങളോട്, ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തോടും തെരഞ്ഞെടുപ്പ് പ്രതികരണങ്ങളുമായിട്ട് ഇപ്പോൾ നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള VS മനോജ് കുമാർ കൂടി നമ്മോടൊപ്പം ഉണ്ട്. മനോജ്, ഈ UDFന്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമല്ലേ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്താണ് സംശയം? കേരളത്തിൽ സമീപകാലത്ത് ഉണ്ടായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് UDFന് കേരളത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. ഇത് UDFന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിശക്തമായി മുന്നോട്ട് പോകാനും വലിയൊരു വിജയം നേടുവാനും ഉപകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിട്ടാണ്, അങ്ങനത്തെ ഒരു ജനവിധിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അധികാരത്തിലിരിക്കുന്ന, കഴിഞ്ഞ 9.5 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്താതെ അവർ മുന്നോട്ട് പോയാൽ കിട്ടിയ തിരിച്ചടിയായിട്ടാണ് ഞാൻ കാണുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 2010-നെ പോലും, ഗോപൻ സൂചിപ്പിച്ചതിനേക്കാൾ വ്യത്യസ്തമായി 2010-നേക്കാൾ പോലും മറികടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് അന്തിമ ഫലം വരുമ്പോൾ ഫലം മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ അട്ടിമറികളല്ലേ ഇപ്പൊ നടത്തിയത്? കാരണം കൊല്ലത്താണെങ്കിലും കണ്ണൂരിലാണെങ്കിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ അങ്ങോട്ട് സൂചിപ്പിച്ച പോലെ കൊല്ലം കോർപ്പറേഷൻ, അവിടെ ഒരു തരംഗം UDFന് അനുകൂലമായി ഉണ്ടെങ്കിലും ഇതുപോലെ ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഒരു UDF നേതാക്കളും പ്രതീക്ഷിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാൽ പോലും പിന്നെ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട സംഗതി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തകർച്ച വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. എന്തുകൊണ്ടതുണ്ടായി എന്ന് പരിശോധിക്കാൻ അവർ തയ്യാറാകണം എന്നുള്ളത്. ചുരുങ്ങിയ 6 മാസക്കാലത്തെ ഭരണമുണ്ട്. അത് ജനവിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോകാതിരുന്നാൽ അവർക്ക് ഇതിൽ നിന്നും കുറെ കൂടെ മെച്ചപ്പെടുത്താൻ കഴിയും. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴേക്കും കേരളത്തിൽ UDFന് 100-ൽ പരം സീറ്റുകൾ ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. സതീശൻ പറഞ്ഞ കാര്യങ്ങൾ അതിലേക്ക് അടുക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഇതെന്ന് പറയാം. കാരണം കൊല്ലത്തൊന്നും ആരും പ്രതീക്ഷിക്കാത്ത കാരണം അതാണല്ലേ. തൃശ്ശൂരിലേക്ക് പോയി കഴിഞ്ഞു, തൃശ്ശൂർ കോർപ്പറേഷനിൽ 33 സീറ്റുകളാണ് നേടിയെടുത്തിരിക്കുന്നത്. അവിടെ LDFന് 11 സീറ്റുണ്ട്, NDക്ക് 8 സീറ്റുണ്ട്. ബാക്കിയുള്ളവർ 4 സീറ്റിലേക്ക് ഒതുങ്ങുന്നുവെങ്കിൽ കൂടിയും തൃശ്ശൂരിലേക്ക് തിരിച്ചു പിടിക്കുകയാണ്. തൃശ്ശൂരാണെങ്കിലും കൊല്ലമാണെങ്കിലും തിരിച്ചു പിടിക്കുകയാണ്. കോഴിക്കോട്ട് അവരുടെ സാന്നിധ്യം അറിയിക്കുകയാണ്. മറ്റൊന്ന്, കണ്ണൂർ കോർപ്പറേഷനിലേക്ക് എത്തുകയാണെങ്കിൽ കണ്ണൂർ കോർപ്പറേഷൻ പിടിക്കുവാനുള്ള വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയത്തുള്ള ഈ വാർത്തകളാണ് ഞാൻ ഈ പറയുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ ഒരു അട്ടിമറി നടന്നിരിക്കുന്നു. സത്യത്തിൽ കാലാകാലങ്ങളായി ജയിച്ചു വന്നിരുന്ന LDFനെ തകർത്തുകൊണ്ട് NDA അധികാരത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളത് വലിയ സൂചനയാണ് നൽകുന്നത്. വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് എത്തുവാൻ പ്രേരിപ്പിച്ചത് ഈ പറയുന്ന താങ്കളിപ്പോൾ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏതൊരു തെരഞ്ഞെടുപ്പ് വന്നാലും LDF മുന്നോട്ട് വെക്കുന്ന ഒരു സാധനമാണ് ഏതെങ്കിലും കൊള്ളാവുന്നവന്മാർക്കെതിരെ അല്ലെങ്കിൽ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ പെണ്ണു വിഷയം കൊണ്ടുവരിക. പെണ്ണു വിഷയം കൊണ്ടുവന്ന് ആ സ്ത്രീ വിഷയം കൊണ്ടുവന്ന് അതിനകത്ത് നിന്നുകൊണ്ട് വിജയിക്കാം എന്നൊരു തന്ത്രം അതെപ്പോഴും നടപ്പിലാക്കിയിട്ടുണ്ട്. അത് പലപ്പോഴും വിജയിച്ചിട്ടുണ്ട്. 2011-ലും 2016-ലും ഒക്കെ നമ്മളത് കണ്ടതാണ്. ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്ന സമയത്തിനും സോളാർ വിഷയം കൊണ്ടുവന്നിട്ടാണ് അന്ന് 2016 ആദ്യമായിട്ട് ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുന്നത്. സ്ത്രീ വിഷയം കൊണ്ടുവരിക, സ്ത്രീ വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുക, ഇത്രയും നാണം കെട്ട ഗതികെട്ട പദ്ധതികൾ അവസാനിപ്പിക്കേണ്ട സമയം, സത്യത്തിൽ LDF അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഫലപ്രഖ്യാപനം വരുമ്പോൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും. അതായത് ഈ ജനവിരുദ്ധ സർക്കാരിൻ്റെ നടപടിയെ ചോദ്യം ചെയ്യപ്പെടാൻ ഉണ്ടാകുന്ന സാഹചര്യം എപ്പോൾ ഉണ്ടായി വരുന്നുവോ, എപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടു വരുന്നുവോ, ആ സന്ദർഭങ്ങളിലെല്ലാം ഗോപൻ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ വിഷയം ഉയർന്നു വരും. ആ വാർത്തയെ അസ്തമിക്കാൻ, ഉദിച്ചു വരുന്നൊരു വാർത്ത അല്ലെങ്കിൽ വിഷയത്തെ അസ്തമിച്ചില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ വിഷയം കൊണ്ടുവന്ന്
ആ വിഷയത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത കുറേ നാളുകളായി നമ്മുടെ കേരളത്തിൽ നടന്നു വരുന്നത്. നമുക്കറിയാം, ഇത് സൂര്യനെല്ലി വിഷയം, അതിനുശേഷം പിന്നെ സോളാർ ഇഷ്യൂ, എവരി 10 ഇയേഴ്സിൽ ഓരോ സ്ത്രീ വിഷയങ്ങൾ കേരളത്തിൽ ഉയർന്നു വരും നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നേരത്തെ തന്നെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് കേരളത്തിൽ 4 കോർപ്പറേഷനുകൾ UDF പിടിക്കുമെന്നായിരുന്നു. ആ 4-നപ്പുറത്തേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഗോപനും ഞാനും രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാം പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിലുള്ള കോർപ്പറേഷനുകളിൽ എത്ര ഡിവിഷനുകളിൽ UDFന് വിജയിക്കാനായി, എത്ര ഡിവിഷനുകളിൽ കേരളത്തിലെ മൊത്തം കോർപ്പറേഷൻ എടുത്ത് എത്ര ഡിവിഷനുകൾ വിജയിക്കാനായി, എത്ര കോർപ്പറേഷനുകളിൽ പുറകോട്ട് പോയി ആര് CPM. ഈ കാര്യങ്ങൾ പരിശോധിച്ചാൽ വളരെ ഗതികേടിലായി CPM മാറിയിരിക്കുകയാണ്. അവിടെ CPMന്റെ പല വാർഡുകളും UDF പിടിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ UDF കൂടാതെ തന്നെ സർക്കാർ വിരുദ്ധ വികാരം കൊണ്ട് ചില പ്രാദേശിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ BJPയും കുറേ സീറ്റുകൾ നേടിയിരിക്കുന്നു. ഇപ്പം BJP പിടിച്ച വാർഡുകളായാലും UDF പിടിച്ചിട്ടുള്ള വാർഡുകളെല്ലാം ആയാലും ഇത് സർക്കാർ വിരുദ്ധ നിലപാടിനേറ്റ കനത്ത പ്രഹരത്തിന്റെ ഭാഗമാണ്. ജനം അറിഞ്ഞ് വിധി എഴുതിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിട്ടാണ് ഞാനിത് കാണുന്നത്. നമുക്കറിയാം, ശബരിമല വിഷയം വിശ്വാസി സമൂഹത്തിന് തീരെ പ്രതീക്ഷയില്ലാത്തൊരു സർക്കാരായി മാറി. വിശ്വാസി സമൂഹം, ഞാനും ഗോപനും അടങ്ങുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസമുള്ള ആളുകൾ, അയ്യപ്പ വിശ്വാസികളായ ആളുകൾ പിന്നെ ഭണ്ണാരത്തിലിടുകയും അല്ലെങ്കിൽ നേർച്ച ആയി സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള, കാണിക്ക സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമുള്ള ഭരണസമിതി അംഗങ്ങൾ സംരക്ഷിക്കാതിരിക്കുകയും അവരെടുത്ത് അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ അവരെ ഇന്നും പാർട്ടിയിൽ അംഗങ്ങളായി സംരക്ഷിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇതെല്ലാം ജനം നോക്കി കാണുന്നുണ്ട്. ഒരുപക്ഷെ ഒരു പത്മകുമാറിനെയോ വാസുവിനെയോ പുറത്താക്കിയാൽ ഒട്ടനവധി നേതാക്കന്മാർ CPMൽ നിന്ന് പുറത്താകും എന്നുള്ള ഭയം കൊണ്ടാണെന്നറിയില്ല അവരെ പുറത്താക്കാതെ പോകുന്നു. ഇതെല്ലാം ജനം നോക്കിക്കാണുകയാണ്. അതായത് കൊള്ള നടത്തുന്നവരെയും അഴിമതി നടത്തുന്നവരെയും സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ആളുകൾ CPMനകത്തുണ്ട്. അവർ അധികാര കേന്ദ്രത്തിന്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായും ആ സർക്കാരിലും ഉള്ള ജനങ്ങളുടെ വിശ്വാസം പരിപൂർണമായും നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് ഈ ജനവിരുദ്ധ നിലപാട് അഴിമതിക്കെതിരെ ഒരു പോരാടും എന്നൊരു ഭാഗത്തോട് പറയുകയും അഴിമതിയും കൊള്ളയും നടത്തുന്നവരെ പാർട്ടി തലത്തിൽ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാട് ഒരിക്കലും അംഗീകരിക്കപ്പെടുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് ജനങ്ങൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ ഒരു വിധിയെഴുത്തായി കണക്കാക്കി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു UDF പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്കുള്ള ജനവിധിയായിട്ട് ജനങ്ങളെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അതിനുവേണ്ടി പണിയെടുത്ത UDF നേതാക്കളെയും അഭിനന്ദിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഏകദേശം തൃശ്ശൂർ അടക്കമുള്ള എനിക്ക് തോന്നുന്നില്ല വലിയ പ്രതീക്ഷയൊന്നും ചിലപ്പോൾ തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ടൊന്നും കോൺഗ്രസിന് അത്രയ്ക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 78,000-ലധികം വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. വലിയ പ്രതീക്ഷയൊക്കെ ആയിരുന്നു. പക്ഷേ ജനങ്ങൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു തോന്നുന്നു. കാരണം NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സുരേഷ് ഗോപിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. അതുകൊണ്ടാണോ ഇത്തരത്തിലൊരു മാറ്റം അവിടെ ഉണ്ടായിരിക്കുന്നത്? കാരണം UDF ഏകദേശം 33 സീറ്റുകളാണ് അവിടെ പിടിച്ചിരിക്കുന്നത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച അല്ലെങ്കിൽ 78,000-ലധികം വോട്ടുകളിലേക്ക് വിജയിച്ച് കയറിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിലാണെങ്കിൽ കുറഞ്ഞത് ഒരു 10-25 സീറ്റെങ്കിലും പിടിച്ചെടുക്കുവാനുള്ള കാര്യത്ത് BJP അവിടെ കാണിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് നടന്നിട്ടില്ല. ആകെ 8 സീറ്റിലേക്ക് അത് ഒതുങ്ങുകയും ചെയ്തു. ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന ആളെ തെരഞ്ഞെടുത്തത് വലിയ മണ്ടത്തരമാണെന്ന് തൃശ്ശൂർകാർക്ക് തോന്നിയതിന്റെ ഫലമായിട്ട് UDFന് ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ തൃശ്ശൂരിനെ കുറിച്ച് പറയാം. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലുമുണ്ട്. ഇതുപോലെ നമ്മൾ കോർപ്പറേഷനിലേക്ക് പോയി പഞ്ചായത്തുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം പഞ്ചായത്തുകളിൽ 488 ഇടങ്ങളിലാണ് UDF പിടിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ 357 ഇടങ്ങളിലാണ് LDFനുള്ളത്. അപ്പോൾ എത്രമാത്രം മാറ്റമുണ്ട് അപ്പോൾ അടിത്തട്ടുകളിൽ വരെ ആ താഴെത്തട്ട് പലപ്പോഴും താഴെത്തട്ടുകളിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ശക്തമായിരുന്നില്ല UDFൽ. UDF ഇപ്പോൾ വിജയിച്ചു കയറുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാന കാരണം എന്ന് പറയപ്പെടുന്നത് അവരുടെ ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയം അടക്കം വളരെ നേരത്തെ നടപ്പിലാക്കി. മാത്രമല്ല ആ വളരെ ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനവും പ്രചരണ പരിപാടികളും നടപ്പിലാക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. പിന്നെ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ LDF സംസാരിച്ചു തുടങ്ങി. പിന്നെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്നുള്ളതും ചിലപ്പോൾ, അതായത് NDA പോലുള്ളവരെ BJP പോലുള്ളവരെ തള്ളിക്കളഞ്ഞുകൊണ്ടൊരു സമീപനം കൂടി പലയിടത്തും സ്വീകരിച്ചിട്ടുണ്ട് ജനങ്ങൾ. പക്ഷേ എന്നാൽ അതേസമയം തന്നെ NDAക്ക് പല സ്ഥലങ്ങളിലും വലിയ മുന്നേറ്റം BJPക്ക് നടത്താൻ കഴിഞ്ഞു. ഒപ്പം തന്നെ CPMനോടൊപ്പം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുന്ന രീതിയിലേക്ക് ചിലപ്പോൾ 2ാം സ്ഥാനത്തും
പല സ്ഥലങ്ങളിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തപ്പെടുന്ന തരത്തിലേക്കും NDA മുന്നേറ്റം നടത്തുന്നുണ്ട്, BJP മുന്നേറ്റം നടത്തുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഒരു ഭരണത്തിലെത്തുക എന്ന് പറയപ്പെടുന്നത് അതൊരു വലിയ മാറ്റമാണ്. ആ ഒരു വലിയ മാറ്റം എന്ന് പറയപ്പെടുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എത്ര സീറ്റുകൾ അവർക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇല്ല, നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാധ്യതയിലേക്ക് ഇപ്പൊ കിടക്കാറായില്ല എങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്കറിയാം, പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധിപതികളായി ഇരുന്നിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് CPM-ന്റെയും CPI-യുടെയും ആളുകൾ, അവർക്കെതിരെ ഉയർന്നു വന്ന സാമ്പത്തിക ആരോപണങ്ങൾ, മറ്റ് ആരോപണങ്ങൾ, ഇതെല്ലാം ജനം കണ്ട് സഹികെട്ട് ജനം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അറിയാത്ത വെമ്പൽ കൊണ്ട് നിൽക്കുമ്പോൾ തൊട്ടടുത്ത പ്രതിപക്ഷ സ്ഥാനത്തേക്ക് നിൽക്കുന്ന ഒരു കക്ഷി എന്ന നിലയിൽ BJP-യെ ഒരുപക്ഷെ ജനങ്ങൾ അവരുടെ അത്താണിയായി കണ്ടിരിക്കാം. അതുകൊണ്ടായിരിക്കണം ഇത്രയും സീറ്റുകൾ BJP-ക്ക് ലഭിച്ചത്. കാരണം കോൺഗ്രസിന്റെയും UDF-ന്റെയും പെർഫോമൻസ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് എടുത്തു നോക്കിയാൽ 10 വാർഡുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ 10 വാർഡുകളിൽ മാത്രം ഒതുങ്ങി നിന്ന രാഷ്ട്രീയ പാർട്ടിയെ പിന്നെ പൂർണ്ണമായി ജനം ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല നഗരങ്ങളിൽ സ്വാഭാവികമായി. അപ്പോൾ അതുകൊണ്ട് ആണ് BJP-ക്ക് അവർ വോട്ട് ചെയ്തത്. അവർ വോട്ട് മാറ്റി ചെയ്യാൻ നിർബന്ധിതനാണ്. അവർ നോക്കുമ്പോൾ ഏറ്റവും ശക്തമായ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ BJP കഴിഞ്ഞ തൊട്ട് മുമ്പിലത്തെ കൗൺസിലിൽ അംഗബലം കൊണ്ട് മുന്നിൽ നിൽക്കുകയാണ്. 34 വാർഡുകളിൽ അവർ 35 വാർഡുകൾ ജയിച്ചു. പിന്നീട് 34 വാർഡുകളിൽ അംഗങ്ങളായിട്ടാണ് അവർ പ്രതിപക്ഷത്ത് നിൽക്കുന്നത്. അപ്പൊ ഏറ്റവും മികച്ച പ്രതിപക്ഷം BJP ആയതുകൊണ്ട് CPM ഭരണത്തെ താഴെ ഇറക്കണമെങ്കിൽ ഞങ്ങൾ ഇത്തവണ BJP-ക്ക് വോട്ട് രേഖപ്പെടുത്തിയേ മതിയാകൂ എന്നുള്ള തോന്നൽ കൊണ്ട് ജനം വോട്ട് ചെയ്ത് ആകാം BJP-ക്കും NDA-ക്കും ഇത്രയും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്നാണ് എന്റെ വിശ്വാസം. ഒപ്പം തന്നെ ഗോപൻ UDF-ന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 10-ൽ നിന്നും ഏതാണ്ട് 20-ലേക്ക് അടുക്കുന്നു. ഞാൻ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല, 19 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ നില ഞാൻ പറഞ്ഞത്. ഇപ്പൊ കോർപ്പറേഷനുകളിലേക്ക് പോകുകയാണെങ്കിൽ ആകെ 6 കോർപ്പറേഷനുകൾ, അതിനകത്ത് LDF-ന് 1, UDF-ന് 4, NDA-ക്ക് 1 എന്നുള്ളതാണ് നില. മറ്റേ മുനിസിപ്പാലിറ്റികളിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ 54 UDF-നും 28 LDF-നും 2 NDA-ക്കും ബാക്കി ഒരാൾ മാത്രമാണ് മറ്റൊരാൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ 14 ജില്ലാ പഞ്ചായത്തുകളാണ്. അതിൽ 7 സമാസമമാണ്, 50-50 എടുത്തിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് പോവുകയാണെങ്കിൽ 80 UDF നേടിയിരിക്കുന്നു, 65 ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും, LDF നേടാൻ കഴിഞ്ഞത്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം 487 UDF നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടാകാത്തൊരു വലിയ മാറ്റമാണ്. അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് LDF-നാണ് 352. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 523 സീറ്റുകളും കൊണ്ടോ ഗ്രാമപഞ്ചായത്തുകൾ ലഭിച്ചിട്ടുണ്ട് LDF-ന്. അതിൽ നിന്ന് വലിയ രീതിയിലുള്ള മാറ്റം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞു പോക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഒറ്റ കാര്യമാണ്, ഈ സംസ്ഥാനം ഭരിക്കുന്ന പിന്നെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം ഒരു ഭാഗത്ത് നിൽക്കുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും CPM ഭരിച്ചിരുന്നു. നമുക്കറിയാം, സൂചിപ്പിച്ച പോലെ പഞ്ചായത്തുകളായാലും ബ്ലോക്ക് പഞ്ചായത്തുകളായാലും ജില്ലാ പഞ്ചായത്തുകളായാലും നഗരസഭയിലും 1-2 നഗരസഭയുടെ മുന്നേറ്റം പിന്നെ UDF-നേക്കാൾ CPM-നുണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിലൊക്കെ മേയർമാരോ മുനിസിപ്പൽ ചെയർമാൻമാരോ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരോ ഒക്കെ ആയിട്ടിരുന്ന ആളുകളിലുള്ള അവരുടെ പ്രവൃത്തികളിലുള്ള അതൃപ്തിയാണ് ഈ രേഖപ്പെടുത്തി വന്നിട്ടുള്ളത്. ഇത് സംസ്ഥാന സർക്കാരിനെതിരെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണത്തിനെതിരെയുമുള്ള ഒരു വിധിയെഴുത്ത് കൂടിയാണ്. അപ്പോൾ ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ പറയുന്ന പിന്നെ BJP-ക്ക് ഇത്രയും നേട്ടം ഉണ്ടാകാനുള്ള ഒരു കാരണം ഇവിടെ തൊട്ടടുത്ത് നിന്ന പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ BJP കൊണ്ട് ഇവരെ മാറ്റാൻ കഴിയുമെന്നൊരു ചിന്താഗതി കൊണ്ടാണ് അങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയത്. പക്ഷേ ഈ വോട്ട് രേഖപ്പെടുത്തലൊന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലല്ലാതെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും കേരളത്തിൽ, ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്താണോ അതേപോലെ തന്നെ അസംബ്ലിയിലേക്ക് മാറും. കേരളത്തിലെ ശക്തമായ പ്രതിപക്ഷം എന്ന് പറയുന്നത് UDF ആണ്. അപ്പോൾ ജനം തീരുമാനിക്കും UDF-ന് അധികാരത്തിൽ എത്തിക്കുകയാണ് ഇതിനുള്ള പോംവഴി. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരിക്കലും UDF-നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് എവിടെയെങ്കിലും ബാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് അനുകൂലമാണ്, UDF-ന് അനുകൂലമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്. തീർച്ചയായും. ഇതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഈ UDF-ന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെയാണ്, നേതാക്കന്മാരുടെ അതിപ്രസരമുള്ള ഒരു പാർട്ടിയാണ് UDF എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സണ്ണി ജോസഫ് കുറച്ച് മുമ്പ് KPC പ്രസിഡന്റ് ഈ UDF-ന്റെ ഒരു മുന്നേറ്റ സമയത്ത് തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. പക്ഷെ അതിനുശേഷം ഇതുവരെ BD സതീശൻ മാധ്യമങ്ങളെ കണ്ടോ എന്നതിനെ കുറിച്ച് സംശയമുണ്ട്. പക്ഷേ അതിന് മുമ്പ് തന്നെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഒന്ന് രാജ്ഭവൻ ഉണ്ണിത്താൻ മാധ്യമങ്ങൾ കണ്ടിരിക്കുന്നു.
ഈ പാർട്ടിയുടെ ഏകദേശം ഒരു വലിയ പ്രശ്നം ഇതാണ്. ഈ നേതാക്കന്മാർ തമ്മിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധം UDFന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴേ ഈ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ള തരത്തിലാണ് രമേശ് ചെന്നിത്തല പത്രസമ്മേളനം നടത്തുന്നത് പോലും. അങ്ങനത്തെ ഒരു സ്ഥിതിശേഷത്തിലേക്ക് എത്തുന്നത് ഇവർക്ക് ഗുണം ചെയ്യുമോ അതോ ദോഷം ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ധാരണയിലേക്ക് എത്തേണ്ടതുണ്ട് അല്ലേ? അല്ല, അത് എന്താണെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഇടപെടുകയോ ചെയ്തൊരു മുഖ്യമന്ത്രിയെ ഉണ്ടാവും. ഏതാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഇല്ലേ പറ്റുള്ളൂ, അവസരമുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതാണെങ്കിലും അത് ഒന്നെങ്കിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി തെരഞ്ഞെടുപ്പ് നടത്തി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കും. എന്താണെങ്കിലും മുഖ്യമന്ത്രി ഉണ്ടാകും എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ ഉണ്ടായത്. അത് ആരെ എന്നുള്ളത് UDFന്റെ മുഖ്യമന്ത്രി ഉണ്ടാവും. UDFന്റെ മുഖ്യമന്ത്രി ഉണ്ടാകും. അത് കേരളത്തിൽ സ്വാഭാവികമായി ഇത്രയും ശക്തമായ ഒരു ജനവിധി UDFന് അനുകൂലമായി ഉണ്ടായ സാഹചര്യത്തിൽ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ UDFന് ഉണ്ടാകും. പക്ഷെ അത് ആരെന്നുള്ള തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡോ കോൺഗ്രസിന്റെ പാർലമെന്റ് പാർട്ടി. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്, ഇവരുടെ ഈ തെരഞ്ഞെടുപ്പ് ഒരു ഫലം വരുന്നതിന് മുമ്പേ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ UDFന്റെ ചെയർമാൻ സംസാരിക്കേണ്ടതുണ്ട്. പിന്നെ KPC പ്രസിഡന്റ് നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. പക്ഷേ എങ്കിലും ഈ തള്ളിക്കയറ്റം, നേതാക്കളുടെ തള്ളിക്കയറ്റം, ഞങ്ങൾ സംസാരിക്കും, ഞങ്ങൾ മാധ്യമങ്ങളെ കാണാം എന്നുള്ള രീതിയിലേക്ക് എത്തപ്പെടുന്നത് ഈ വിജയ സൂചനകൾ എത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ വിജയം ഇല്ല പരാജയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവർ ആരും കാണാനില്ല. ഇവരെല്ലാം ഈ തലയിൽ മുണ്ടിട്ട് മടങ്ങി പോകുന്നവരാണ്. അങ്ങനത്തെ ആശാന്മാരാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? മനോജനാണെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളുടെ UDFന്റെ ഒരു സംവിധാനത്തിന്റെ അത് ഇപ്പോഴല്ലല്ലോ, നേരത്തെയും ഇതേ രൂപത്തിൽ തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഏറ്റവും ഒടുവിൽ ഇതിനകത്ത് കലഹമാണ് UDFൽ എന്നൊരു ധാരണ ആളുകളുടെ പരത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് തോന്നുന്ന സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ പരമാവധി നേതാക്കൾ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ശരി. എന്നിരുന്നാലും UDFന് ഞാൻ പറഞ്ഞല്ലോ, UDFന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ വന്നിരിക്കുന്നു. ഈ തരംഗം അതിശക്തമായ തരംഗമാണ്. ഈ തരംഗത്തിന്റെ ഫലമായി കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി UDFന് ഉണ്ടാകും. ആ മുഖ്യമന്ത്രി ആരെന്നുള്ളത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പാർലമെന്റ് പാർട്ടി തീരുമാനിക്കട്ടെ. കേരള ജനത ആഗ്രഹിക്കുന്നത് ഭരണമാറ്റമാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഇത് വരുമ്പോൾ അവിടെ ഇത് തന്നെയാണ്. 49 സീറ്റ്, 29 സീറ്റ്, 19 സീറ്റ്, 2 സീറ്റ് ഇങ്ങനെയാണ് നിൽക്കപ്പെടുന്നത്. അതായത് 49 സീറ്റോട് കൂടി നിൽക്കുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള NDA ആണ്. 29 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു കഴിഞ്ഞ വർഷം വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ ഇടം വരെ ഇവിടെ ഭരിച്ചിരുന്ന LDF. പക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ നില ഒന്ന് മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നിൽക്കുന്നത് UDF തന്നെയാണ്. അതിനകത്ത് മുരളീധരനും KS ശബരിനാഥനും വളരെ കൃത്യമായിട്ട് അഭിമാനിക്കാവുന്ന ഒരു വിഷയമാണത്. കാരണം അവരുടെ അശ്രാന്ത പരിശ്രമം ഉണ്ടായിരുന്നു. ഈ തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മേയർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള പ്രഖ്യാപിച്ചുകൊണ്ടൊരു ഒരു പ്രചരണ പരിപാടിക്ക് തന്ത്രം മെനഞ്ഞത് K മുരളീധരനും KS ശബരിനാഥനും. KS ശബരിനാഥന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം 2 തവണ MLA ആയിരുന്ന ഒരാളാണ്. ഈ അങ്ങനെ MLA ഒക്കെ ആയിരിക്കുന്നവരൊക്കെ ചിന്തിക്കുന്നത് പിന്നെ മന്ത്രിയാവുക എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ ഒരു വാർഡിന്റെ പ്രതിനിധിയാകാൻ തയ്യാറായ ശബരിനാഥന് അഭിവാദ്യങ്ങൾ അർപ്പിക്കേണ്ടതാണ്. കാരണം അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 19 സീറ്റ് അല്ലെങ്കിൽ 20 സീറ്റിലേക്ക് എത്തപ്പെടുന്ന തരത്തിലേക്കെങ്കിലും അവർക്കെത്താൻ കഴിഞ്ഞത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഈ കോൺഗ്രസ് നേരിടുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പക്ഷെ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങും രാഹുൽ മാങ്കൂട്ടമോ മറ്റ് സ്ത്രീ വിഷയങ്ങളോ ഒന്നും എങ്ങും പ്രതിഫലിച്ചായിട്ട് തോന്നുന്നില്ല. ഇവിടെ ഏറ്റവും ഫലപ്രദമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ ഈ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രതിപക്ഷം ഏറ്റെടുത്ത വിഷയങ്ങൾ ജനം നല്ലപോലെ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ വസ്തുത പ്രതിപക്ഷത്തിന് നന്നായി ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇത്രയേറെ സീറ്റുകൾ ലഭിച്ചത്. അല്ല, അവിടെ ഒരു കാര്യം പിന്നെ ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ സാധാരണ നമ്മൾ സംസാരിക്കാതെ പോകുന്ന അർത്ഥമില്ല. ന്യൂനപക്ഷ വോട്ടുകൾ സാധാരണ നിലയിൽ ഇടതുപക്ഷത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുമ്പോൾ ലഭിക്കാറ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു വളരെ വ്യക്തമായ ഏകീകരണം UDFന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട്. അതായത് UDFന് ഒരു കാലത്ത് നഷ്ടപ്പെട്ടു പോയ വോട്ടുകളെല്ലാം മടങ്ങി UDFിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു വോട്ടർമാർ ശബരിമല പ്രശ്നത്തിന്റെ പേരിൽ പൂർണ്ണമായും മടങ്ങിയത്. ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ, നമുക്കറിയാം ഈ സർക്കാരിനെതിരെ ശ്രീ PV അൻവർ തന്നെ ഉയർത്തിയിട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെല്ലാം ജനങ്ങളുടെ ഇടയിൽ, ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് ഒരു സമുദായത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അവരെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൂടിയുള്ള പ്രതിഫലനത്തിൻ്റെ ഫലമാണ് ഇത്രയേറെ സീറ്റുകൾ UDFിൽ ലഭിക്കാൻ ഇടവരുത്തിയ ഒരു പ്രധാനപ്പെട്ട കാരണം. ഒപ്പം തന്നെ സർക്കാർ വിരുദ്ധ നിലപാടുകൾ ഭവൻ സൂചിപ്പിച്ചതുപോലെ അനാവശ്യമായി ചില ആളുകളെ ടാർഗറ്റ് ചെയ്ത് സ്ത്രീ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇതിനെല്ലാം മറികടക്കാം എന്നുള്ള ഒരു ചിന്താഗതിക്കെതിരെയുള്ള ഒരു ജനവിധി കൂടിയായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്ന സത്യത്തിൽ എവിടെയാണ്? പൂർണ്ണമായും CPMനാണ്.
ആണല്ലോ. പൂർണ്ണമായി. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവരുടെ വോട്ടുകൾ എങ്ങനെയാണ്, ഇവരുടെ CPM വോട്ടുകൾ എങ്ങനെയാണ് മറ്റവർക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ NDAക്ക് BJPയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ ഗോപ, കേരളത്തിൽ നമ്മൾ കാണേണ്ട സംഗതി മറ്റ് സ്ഥലങ്ങളിലെല്ലാം, തിരുവനന്തപുരം ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിയാൽ അവിടങ്ങളിലെല്ലാം UDF ശക്തമാണ്. അവിടങ്ങളിലെല്ലാം UDFന് വോട്ട് രേഖപ്പെടുത്തി ഈ മാർക്സിസ്റ്റ് ഭരണത്തിനെതിരെ ഒരു പൊതുവികാരം വോട്ടായി മാറ്റി തിരഞ്ഞെടുപ്പിൽ CPMനെ പരാജയപ്പെടുത്തണമെന്നൊരു പൊതുവികാരം രൂപപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയേറെ സീറ്റുകൾ UDFന് ലഭിച്ചത്. തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്കും UDF കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ പുറകിലായിരുന്നു. ഭവൻ സൂചിപ്പിച്ചതുപോലെ 10 സീറ്റിൽ നിൽക്കുന്ന കക്ഷിയെ പിന്തുണച്ചാലും അവർ അധികാരത്തിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഭരണത്തെ മാറ്റാൻ അവരെ കൊണ്ട് കഴിയുമോ എന്നൊരു ആശങ്ക ജനതയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ CPMനെതിരെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഇവിടെ NDA സഹായിക്കണം എന്ന് കരുതിയ ഒരു വിഭാഗം ആളുകളുടെ വോട്ടിന്റെ ഒരു ഒഴുക്കിന്റെ ഫലമായിട്ടാണ് ഈ 35-ൽ നിന്നും അത് 49-ലേക്ക് എത്തിയത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യൂനപക്ഷ വോട്ടുകളും ഹിന്ദു വിശ്വാസ സമൂഹവും എല്ലാം കൂടെ ചേർന്ന് സർക്കാർ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുക വഴിയാണ് ഈ പറയുന്ന കോൺഗ്രസിന് 10 എന്നുള്ളത് 19-ലേക്കും 35 എന്നുള്ളത് 49-ലേക്കും മാറിയത്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഈ CPMനെ പിന്തുണച്ചിരുന്ന വിഭാഗങ്ങളെല്ലാം പരിപൂർണമായി കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഫലമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തിന്റെ നമ്മളിപ്പോ ഏറ്റവും പുതിയ ലീഡ് നില വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ 29 സീറ്റിലേക്ക് LDF കുതിക്കുന്നു, അല്ലെങ്കിൽ ഒരു സീറ്റ് കൂടി 29 സീറ്റിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞു. കുതിക്കുന്നു എന്നും പറയാനില്ല, 50 സീറ്റുകൾ NDA നേടി. 50 സീറ്റുകളിലേക്ക്. അപ്പൊ പൂർണ്ണമായിട്ടും 50 സീറ്റ് അവർക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷെ ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക? ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഈ കിടക്കുന്നത്. പക്ഷെ അവിടെ 2 സ്വതന്ത്രന്മാരുണ്ട്. അപ്പൊ ഈ 2 സ്വതന്ത്രന്മാരിൽ രാധാകൃഷ്ണനാണ് ഒരു സ്വതന്ത്രം എന്ന് പറയപ്പെടുന്നത്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരു LDFന്റെ ചുവയുള്ള, അല്ലെങ്കിൽ LDFന്റെ ബാനറിൽ മുമ്പ് മത്സരിച്ചിരുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് LDF സീറ്റ് നൽകില്ല. CPM സീറ്റ് നൽകാത്തതിന്റെ പേരിൽ വലിയ ബഹളമൊക്കെ കണ്ണമ്പുല വാർഡിൽ ഉണ്ടായതാണ് തിരുവനന്തപുരത്ത്. ആ കണ്ണമ്പുല വാർഡിൽ വലിയ തല്ലുമൊക്കെ ഉണ്ടായി. എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണൻ അന്ന് തല്ലിയിട്ടെന്ന് തോന്നുന്നു. അന്ന് ഒരു മാധ്യമ പ്രവർത്തനം തല്ലിയിട്ടി. ആ ഒരു വിഷയം വല്ലാതെ ചർച്ചയാക്കപ്പെട്ടു. അവിടെ രാധാകൃഷ്ണൻ വിജയിച്ചു വന്നു. പക്ഷെ രാധാകൃഷ്ണന് ഡെപ്യൂട്ടി മേയർ പദവി കൊടുക്കാമെങ്കിൽ ഈ പറയുന്ന NDAക്ക് ഇവിടെ അധികാരത്തിലെത്താം. അത് അങ്ങനെ ആയാലും ഒക്കില്ലല്ലോ. കാരണം കോൺഗ്രസോടെ പിന്തുണച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അല്ല, BJPയോടൊപ്പം BJPക്ക് 50 സീറ്റ് അത് ആലോചിക്കാവുന്ന അവർക്ക് BJPക്ക് 50 സീറ്റ് കിട്ടി. അതങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും ജനവിധിയെ നമുക്ക് മാനിച്ചേ പറ്റൂ. BJPക്ക് ലഭിച്ച ജനപ്രതിനിധികളുടെ അംഗീകാരത്തെ നമ്മൾ ആരും കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ കാര്യമേ ഉള്ളൂ. സർക്കാർ വിരുദ്ധ, നഗരസഭാ വിരുദ്ധ വികാരമാണ് പ്രകടമായത്. അത് BJPയും കോൺഗ്രസും ഷെയർ ചെയ്തു. ഇവിടെ വന്നപ്പോൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഷെയർ ചെയ്തത് BJP ആയിരുന്നു എന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ടാണ് ഇത്ര സീറ്റ് ഉണ്ടായത്. ഇതൊന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഈ ജനവികാരം ഇതേ രൂപത്തിലായിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാവുക. സ്വാഭാവികമായും കേരളത്തിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനത ഒറ്റക്കെട്ടായി UDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് BJPയിലേക്ക് ആയിരിക്കില്ല, തീർച്ചയായും UDFിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അല്ല, ഇവിടെ ഞാൻ വേറെ കാര്യം, നമുക്ക് അവസാന നിമിഷങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇനിയും ഇത് പൂർത്തിയാക്കിയിട്ടില്ല. ഇനിയും പ്രധാനപ്പെട്ട ഫലങ്ങൾ വരാനിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അതിലേക്ക് പോകുമ്പോൾ തന്നെ ഇപ്പൊ മുനിസിപ്പാലിറ്റികൾ എടുത്തു കഴിഞ്ഞാല് പല മുനിസിപ്പാലിറ്റികളിലും വലിയ വ്യക്തമായ സൂചന നൽകുന്നത് UDFന് അനുകൂലമായിട്ടുള്ള തരംഗം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ പല മേഖലകൾ, പല മുനിസിപ്പാലിറ്റികളിൽ NDAയുടെ സാന്നിധ്യവും നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്നില്ല. അവിടങ്ങളിലൊക്കെ വലിയ സാന്നിധ്യമുണ്ട്. പക്ഷെ അതേസമയത്തിന് കൊയിലാണ്ടി, വടകര പോലുള്ള മേഖലകളിൽ, മുക്കം പോലുള്ള മേഖലകളിലാണ് LDFന്റെ സ്വാധീനം ഇപ്പോഴും നിലവിലുള്ളത്. അവിടെയൊക്കെ കൊയിലാണ്ടിയിൽ മുനിസിപ്പാലിറ്റി 20 സീറ്റുകൾ, വടകരയിൽ 28 സീറ്റുകൾ, മുക്കത്ത് 15 സീറ്റുകൾ, അതെ പിണറായിലുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഒരു കൺസിസ്റ്റൻസി നിലനിർത്തി LDFന് പോകാൻ കഴിയുന്നത്. പക്ഷെ ബാക്കിയുള്ള ഇടങ്ങളിലേക്ക് നോക്കൂ. താനൂരിലേക്ക്, മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. മലപ്പുറത്ത് താനൂരിൽ 31 സീറ്റുകൾ UDF നേടുന്നു, പരപ്പനങ്ങാടിയിൽ 33 സീറ്റുകൾ നേടുന്നു, പളാഞ്ചേരിയിൽ 25 സീറ്റുകൾ നേടുന്നു, തിരൂരങ്ങാടിയിൽ 34 സീറ്റ് നേടുന്നു, കൊണ്ടോട്ടിയിൽ 31 സീറ്റ് നേടുന്നു, കൊയിലാണ്ടിയിൽ 17 സീറ്റുകൾ, വടകരയിൽ 15 സീറ്റ്, പയ്യോളിയിൽ 21, രാമനാട്ടുകര 22, കൊടുപുള്ളിയിൽ പഞ്ചായത്തിൽ ഏതാണ്ട് 91%, 92% ഒറ്റ UDF അനുകൂലമാണ്. തീർച്ചയായിട്ടും. അല്ല, ജില്ലാ പഞ്ചായത്ത് നമ്മൾ മൊത്തത്തിൽ ഇപ്പം നമുക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ, അത് ബ്ലോക്ക്, നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും UDFന്റെ മുന്നേറ്റമാണ് നടക്കുന്നത്. കാരണം ജില്ലാ പഞ്ചായത്തിലേക്ക് പോയാൽ 7 എണ്ണത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. മറ്റൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എത്തപ്പെടുമ്പോൾ 81 എണ്ണത്തിലേക്കാണ് UDF എത്തുന്നത്. അത് ലീഡ് നിലയാണ്. ആ ലീഡ് നില എന്താണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു
ജില്ലാ പഞ്ചായത്തിലും മഹാഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകൾ, അത് 8 ജില്ലാ പഞ്ചായത്തുകളെങ്കിലും UDF ഭരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, അതുപോലെ ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നുവരെ കാണാത്തതാണ് 490-ലേക്ക് എത്തപ്പെടുന്നത്. 490-ലേക്ക് 353 സീറ്റുകൾ മാത്രമാണ് LDF 150ഓളം പഞ്ചായത്തുകൾ മുന്നിലേക്ക് വരാം. വലിയ മുന്നേറ്റമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് LDF വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു മാർജിനിലേക്ക് UDF കടന്നു വരാൻ കഴിയില്ല. കാരണം UDF അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവിടെ VD സതീശന്റെ ചില നിലപാടുകളുണ്ടല്ലോ, അത് നിർണായകമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ചില നിലപാടുകളും അദ്ദേഹം പറഞ്ഞുള്ള പ്രസ്താവനകളും നമ്മൾ അംഗീകരിക്കേണ്ടതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ 100 സീറ്റുകളോടുകൂടി ഇവർ അധികാരത്തിലെത്തുമെന്നുള്ള അവരുടെ ഒരു ഉറച്ച വിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമാണ് സത്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ സെമി ഫൈനൽ എന്ന് പറയപ്പെടുന്ന ഈ പറയുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറയപ്പെടുന്നത്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. പക്ഷെ ഇവിടെ ചിലപ്പോൾ LDF UDF വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തലസ്ഥാന നഗരത്തിലെ ഈ ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം തലസ്ഥാന നഗരത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ NDA ഭരിക്കുന്ന തരത്തിലേക്ക് എത്തിപ്പെടുന്നു. ഏകദേശം 50 സീറ്റുകളിലേക്ക് അവർ എത്തപ്പെടുന്നു. UDF 19 സീറ്റുകളിലേക്കും 2 സ്വതന്ത്രരും 29 സീറ്റുകളിൽ LDF ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് തിരുവനന്തപുരം നഗരസഭയിൽ കാണുന്നത്. ആ തിരുവനന്തപുരം നഗരസഭയിലെ ഈ വളർച്ചയെ കാണാതിരിക്കാൻ ഒരു പാർട്ടികൾക്കും കഴിയില്ല. അത് LDF UDF. കാരണം UDF എന്ന് പറയപ്പെടുന്നതും LDF എന്ന് പറയപ്പെടുന്നതും ഈ വർഗീയ പാർട്ടികളെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറയപ്പെടുമ്പോഴും, പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ മാറ്റം ഉണ്ടായത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് അത്തരത്തിലുണ്ടായത് നമ്മൾ പറയാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മേയറുടെ പ്രവർത്തന ശൈലി ശരിയല്ലായിരുന്നു, നഗരസഭയുടെ പ്രവർത്തന രീതികൾ ശരിയല്ലായിരുന്നു എന്നൊക്കെ വാദിക്കുമ്പോഴും ഈ വോട്ട് ഷെയറിലുണ്ടാകുന്ന മാറ്റം അതാണ് നമ്മളെ ചിലപ്പോൾ നിങ്ങളെപ്പോലുള്ള UDF LDF ഒക്കെ പരിഭ്രാന്തിയിലാക്കുന്നത്. ഈ മുന്നേറ്റം ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ പ്രാവശ്യം ഒരു തവണ മേയർ പദവിയിലേക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ശ്രീലേഖ പഴയ മുൻ DGP ആയിട്ടുള്ള ശ്രീലേഖ IPS ആയിട്ടുള്ള ശ്രീലേഖ ആയിരിക്കും ചിലപ്പോൾ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്, അല്ലെങ്കിൽ VV രാജേഷ്. ഇനി അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം അതിലുണ്ടോ എന്നുള്ളതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്നാലും അവരിൽ ഒരാൾ ആരെങ്കിലും ആയിരിക്കും ഭരണത്തിലേക്ക് എത്തുക. പക്ഷെ ഭരണ നൈപുണ്യം എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ഈ ഏതൊരു നഗരസഭയും ഭരിച്ച് മുന്നോട്ടാൻ പോകാൻ കഴിയും. പക്ഷെ അവർ മുന്നോട്ട് പോകുന്ന വേറെ വാദം 45 ദിവസത്തിനകത്ത് അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ടുവരും. നരേന്ദ്രമോദിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും തിരുവനന്തപുരത്ത്. അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും ഈ 2 പാർട്ടികളെയും ബാധിക്കില്ലേ മനോജ്? അല്ല, പ്രഖ്യാപനങ്ങൾ 2 രാഷ്ട്രീയ പാർട്ടികളെയും ബാധിക്കുന്നില്ല. പ്രഖ്യാപനങ്ങൾ ഈ നാടിന് ഗുണം ചെയ്യുന്നതാണോ എന്നുള്ളതാണ് ജനത വിലയിരുത്തുന്നത്. പ്രഖ്യാപനം നടത്താൻ ആർക്കും പറ്റും. ഇപ്പോൾ കഴിഞ്ഞ പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ 2500 ആക്കി വർദ്ധിപ്പിക്കുമെന്ന് ഒരു ഗവൺമെന്റ് പറഞ്ഞിട്ട് എന്നാ നടപ്പാക്കിയത്? ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ 1 മാസം മുമ്പ് പ്രഖ്യാപിക്കുന്നത്. 1 മാസം മുമ്പാണ് ക്ഷേമ പ്രവർത്തന വർധന ഉണ്ടായത്. അങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി, നഗരത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും ആ പ്രഖ്യാപനം പ്രഖ്യാപിക്കുന്ന അവ നടപ്പാക്കി ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു സർക്കാരായി, തദ്ദേശ സർക്കാരായി BJP മേയർക്കും അല്ലെങ്കിൽ ഭരണകൂടത്തിനും കഴിഞ്ഞാൽ മാത്രമേ BJP ഗുണകരമാവുന്നുള്ളൂ. അല്ല, എപ്പോഴും പ്രഖ്യാപനങ്ങളൊക്കെ, പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് വെറുതെ ഒരു പ്രഖ്യാപനം എന്തായാലും നടത്താൻ പോകുന്നില്ല. ഒരു പ്രഖ്യാപനം ഉണ്ടാവും. ആ പ്രഖ്യാപനം എന്ന് പറഞ്ഞത് എന്തും ആയിക്കോട്ടെ. ഈ നഗരത്തിനെ പണ്ട് ഒരാൾ ബാഴ്സലോണ നഗരമാക്കാൻ തയ്യാറെടുത്ത ഒരാളുണ്ടായിരുന്നല്ലോ, ഒരു MP. നിങ്ങളുടെ അതല്ലെങ്കിൽ UDF തന്നെ ഒരു MP ആണല്ലോ കുറെ കാലം, ശശി തരൂർ എന്ന് പറയപ്പെടുന്ന അദ്ദേഹം ഈ പറയുന്ന പോലെ ബാഴ്സലോണ നഗരമാക്കാൻ നടന്നിട്ട് ഇപ്പൊ എവിടെ നിൽക്കുന്ന അറിയാമോ? ഇപ്പൊ ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ അവരുടെ അടിസ്ഥാന യോഗങ്ങളിൽ പോലും പങ്കെടുക്കാതെ മാറി മാറി സഞ്ചരിച്ചിട്ട് മോദിയെയും NDAയും BJP ഒക്കെ പുകഴ്ത്തി നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ വാഗ്ദാനങ്ങളാകരുത്. അദ്ദേഹം തന്നെ വേറെ പല വാഗ്ദാനങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. തലസ്ഥാനത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം അധികാരത്തിലേക്ക് എത്തുകയും MP ആവുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു തരത്തിലുള്ള പദ്ധതികളും ഇവിടെ നടപ്പിലാകുന്നില്ല. പിന്നെ ജനങ്ങൾക്ക് പലപ്പോഴും അയാളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മാത്രമല്ല യുവാക്കളും യുവതികളും ഒക്കെ വലിയ രീതിയിൽ അയാളുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വോട്ട് നേടി അദ്ദേഹത്തിന് അധികാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ ആയിരിക്കില്ല നരേന്ദ്രമോദി വന്നിട്ട് ഇനി ഒരു പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. മാത്രമല്ല ഇവരുടെ ഒരു പ്രത്യേകത, BJPയുടെ പ്രത്യേകത, ഒരിക്കലൊരു അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ചെയ്യാൻ പോകുന്നത് വലിയ പ്രവർത്തനങ്ങളായിരിക്കും. വലിയ പ്രവർത്തനങ്ങൾ വെച്ചാൽ അവർക്കത് തിരിച്ചു പിടിക്കപ്പെടാൻ ഇനി ഒരിക്കലും അവരെ കൈവിട്ട് പോകാതിരിക്കാൻ. ഇപ്പൊ പിണറായി വിജയൻ എന്തൊക്കെയാണോ കാണിക്കുന്നത് അതിന്റെ 10 ഇരട്ടി ഗിമിക്കുകൾ കാണിക്കാൻ കഴിയുന്നവരാണ് BJP എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോ കേന്ദ്രത്തിലെ ഭരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് പിന്നെ അവിടെ എവിടെയെങ്കിലും
ക്ലച്ച് പിടിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ കോൺഗ്രസ് ആണെങ്കിലും നിങ്ങളുടെ മഹാഗഠബന്ധൻ സഖ്യമാണെങ്കിലും എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടോ? പിടിക്കാത്ത എന്തുകൊണ്ടാ? ഇവരുടെ ഈ പറയുന്ന പ്രഖ്യാപനങ്ങളും നേട്ടങ്ങളും കൊണ്ടാണ് എന്നാണ് അവർ വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെയാണോ അതോ വർഗീയത കുത്തിവെച്ചവര് ഈ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നതുകൊണ്ടാണോ? എന്താണ് സംഭവിക്കുന്നത്? ഗോപൻ, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അത് BJP ആവട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികളാകട്ടെ, അവങ്ങനെ മാറാൻ കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ജനപിന്തുണ കിട്ടും. അതിന് വിരുദ്ധമായി ഒരു പ്രസംഗം ഒരു ഭാഗത്തോടെ പ്രവൃത്തി വേറെ ഭാഗത്തോടെ പോയിട്ട് കാര്യമില്ല. ഇത് പറയുന്ന ഗോപ ഇതെല്ലാം പ്രധാനമന്ത്രി വരികയും ഈ നഗരത്തെ സ്വർഗത്തിന് തുല്യമാക്കി മാറ്റുന്നെങ്കിൽ നല്ല കാര്യം. അതിനെ സ്വാഗതം ചെയ്തല്ലേ പറ്റൂ. തീർച്ചയായിട്ടും. ഇതിപ്പോ ഞാൻ സ്വാഗതം ചെയ്യാതെ തിരിഞ്ഞു വിട്ടും കാര്യമില്ലല്ലോ, ജനങ്ങളത് സ്വാഗതം ചെയ്യും. അപ്പൊ ഞാൻ വസ്തുതായിട്ട് പറയാണ്, അതിനെ ടോർബിഡ വയ്ക്കാൻ പോവുക എന്നുള്ളത് ആയിരിക്കരുത് ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ UDFന്റെ നടപടികൾ അങ്ങനെ ആകരുത് എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഒരു അവർ ചെയ്യുന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക, തിരുത്താൻ കഴിയുന്നവയെ തിരുത്തിക്കുക, അങ്ങനെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോകുന്ന ഒരു ഭരണകൂടമായിട്ട് തിരുവനന്തപുരത്തെ അല്ല, ഈ വരുന്ന ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വരുന്നവർ ചെയ്യട്ടെ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനും ആശംസിക്കുവാനുള്ളത്. തീർച്ചയായിട്ടും. നമുക്ക് ഈ അവസാനം ഈ ഒന്നാമത്തെ കാര്യം, ഇത് എണ്ണി തീർന്നിട്ടില്ല, പൂർണ്ണമാകാതെ നമുക്ക് ഇതിന്റെ ഒരു വിധി പറയാനും കഴിയില്ല. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ അവസാനത്തെ ഒരു നിലയിലേക്ക് എത്തപ്പെടുമ്പോൾ ഒരു വോട്ട് നില അല്ലെങ്കിൽ ലഭിച്ച സീറ്റുകളുടെ നില അനുസരിച്ചിട്ട് ഏതൊക്കെ കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ ഏതൊക്കെ മുനിസിപ്പാലിറ്റികൾ, എത്രത്തോളം ജില്ലാ പഞ്ചായത്തുകൾ, എത്രത്തോളം ബ്ലോക്ക് പഞ്ചായത്തുകൾ, എത്രത്തോളം ഗ്രാമപഞ്ചായത്തുകൾ ഇവർ കരസ്ഥമാക്കി എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. അതാണ് അവസാനത്തെ ഒരു നില എന്ന് പറയുന്നത്. ഉറച്ച കോർപ്പറേഷനുകൾ എന്ന് പറയാവുന്നത് വേണമെങ്കിൽ കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ, അതായത് 4 കോർപ്പറേഷനുകൾ എന്താണെങ്കിലും കിട്ടുമെന്ന് ശ്രീ VD സതീശൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു മാസം മുമ്പ് അസന്നിഗ്ധമായി പറഞ്ഞു. അപ്പൊ സത്യത്തിൽ ഞാനൊന്ന് ആശ്ചര്യപ്പെട്ടു, ഇത്രയും വരുമോ ആശ്ചര്യപ്പെട്ട. പക്ഷേ അത് അക്ഷരാർത്ഥം ശരിയായി. അതിനേക്കാൾ ഏറെ മെച്ചപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഏതായിരുന്നാലും പ്രതിപക്ഷത്തിന്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളിൽ തീർച്ചയായും ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നതിന്റെ കൂടെ തെളിവാണ്. ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷത്തെ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തിരിക്കുന്നു എന്നൊരു ഫലമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതെ, അങ്ങനെ തന്നെ കാണാം. കാരണം ഇപ്പൊ കോർപ്പറേഷന്റെ നമുക്കറിയാം, അവസാന നിമിഷത്തിലേക്ക് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഈ നിമിഷത്തിലുള്ള ഒരു അവലോകനം നടത്തുമ്പോൾ അതിനകത്ത് നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ, റിസൾട്ടുകൾ എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. കോർപ്പറേഷനിലേക്ക് ആകെ 6 കോർപ്പറേഷനുകൾ, അതിനകത്ത് 4 UDF, മറ്റൊന്ന് LDFനും 1 NDAക്കാണ്. NDA എടുത്തിരിക്കുന്ന തലസ്ഥാനമാണ്. പിന്നെ മുനിസിപ്പാലിറ്റികൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച 54 UDF നേടുമ്പോൾ 28 LDFനുള്ളത്. 2 NDA ലീഡ് ചെയ്യുന്നു. മറ്റുള്ള സ്വതന്ത്രർ എന്ന് പറയപ്പെടുന്നത് ഒരിടത്താണ്, ഒരു സ്ഥലത്ത് നിൽക്കും. ഇനി ജില്ലാ പഞ്ചായത്തുകൾ എന്ന് പറയപ്പെടുന്നത് 7 വീതം LDFും UDFും കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ലീഡ് നില. ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് പോവുകയാണെങ്കിൽ 63 LDF ലീഡ് ചെയ്യുമ്പോൾ 81 UDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് UDF. 493 ഇടങ്ങളിൽ UDF മുന്നിട്ട് നിൽക്കുമ്പോൾ 347 ഇടങ്ങളിലേക്ക് ചുരുങ്ങുകയാണ് LDF. 25 ഇടങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു. 8 സ്വതന്ത്രന്മാരും ഗ്രാമപഞ്ചായത്തുകളിൽ വല്ലാതെ ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മലപ്പുറം മേഖലയിൽ, മലപ്പുറത്ത് അപ്രമാദിത്വമാണ്, ലീഗിന്റെയും UDFന്റെയും അപ്രമാദിത്വമാണ് അവിടെ നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ല, താനൂര്, പരപ്പനങ്ങാടി, വളാഞ്ചേരി, തിരൂരങ്ങാടി, മറ്റൊന്ന് കൊണ്ടോട്ടി, പയ്യോളി, രാമനാട്ടുകര, കൊടുവള്ളി, ഫറോക്ക്, ഈ സ്ഥലങ്ങളിലെല്ലാം അപ്രമാദിത്വമാണ് നടത്തിയിരിക്കുന്നത്. കോഴിക്കോട് മേഖലകളിലൊക്കെ അപ്രമാദിത്വമാണ് നടത്തിയിരിക്കുന്നത്. മലപ്പുറത്തും അത്തരത്തിൽ തന്നെയാണ്. കണ്ണൂരിലേക്കും പോയി കഴിഞ്ഞാൽ കണ്ണൂരിലും ആ തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ചുരുക്കി പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാകെ, അതായത് ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും 5 മേഖലകളിലും സമഗ്രാധിപത്യം UDFന് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ചുരുക്കി പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഇത്രയും ഒരു വലിയ വിജയം സമീപകാലത്തൊന്നും UDFന് ഉണ്ടായിട്ടില്ല. ഈ വിജയം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം UDF നേതാക്കളും തെരഞ്ഞെടുക്കപ്പെട്ടവരും അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിൽ അടിയുറച്ച് നിൽക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കേരളം ഭരിക്കാം. അല്ലെങ്കിൽ VD സതീശന് ഈ നമ്മൾ പറഞ്ഞ പറ്റുമല്ലേ, അസന്നിഗ്ധമായിട്ട് 4 കോർപ്പറേഷനുകളിൽ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞ അതേ വാചകമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള 100 സീറ്റുകളോടുകൂടി നിയമസഭയിലേക്ക് എത്തുമെന്ന്. അത് പൂർത്തിയാക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ, ഇപ്പൊ മനോജ് പറഞ്ഞ പോലെ, നേതാക്കളും തീരുമാനിക്കണം, അണികളും തീരുമാനിക്കണം. ഒത്തൊരുമയോടുകൂടി പോയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. എന്തായാലും ഈ ഫലസൂചനകൾ നൽകുന്നത് UDFന് സാധ്യതകൾ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെ സൂചനയാണ്.